നെയ്മറിന്റെ ആരാധകരെല്ലാം വളരെയധികം സങ്കടത്തിലായിരിക്കും. ഞാനും ഒരു നെയ്മർ ആരാധകനാണ്. ആ ഒരു സ്ക്വാഡിൽ നെയ്മറിന് ഇടം കിട്ടിയിട്ടില്ല എന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം നെയ്മർ ആ ഒരു സ്ക്വാഡിൽ വരുമെന്നാണ് കേട്ടിരുന്നത്. പക്ഷെ എന്റെ റിസൾട്ട് വന്നപ്പോൾ, ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ വന്നപ്പോൾ നെയ്മർ ആ ഒരു ലിസ്റ്റിലില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ബ്രസീലിന്റെ ഹെഡ് കോച്ചായ കാർലോ അൻസെലോട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം നെയ്മറിനെ ടീമിലെടുക്കാത്തതിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് നെയ്മർ നിലവിൽ പൂർണ്ണമായിട്ടും ഫിറ്റ് അല്ല. അതായത് ആള് ഒരു 90 മിനിറ്റ്സ് വളരെയധികം ഹൈ ഇന്റൻസിറ്റിയോട് കളിക്കാനുള്ള ഒരു ഫിറ്റ്നസ് നെയ്മറിന് ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹം പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ വരാനിരിക്കുന്ന ലോകകപ്പ് ടീമിൽ അദ്ദേഹം തീർച്ചയായും ഉണ്ടാകും. അതായത് നെയ്മർ ഫിറ്റ് ആണെങ്കിൽ നെയ്മറിന് ആ ഒരു സ്പോട്ടിൽ വേൾഡ് കപ്പിൽ ഇടം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് കാർലോ അൻസെലോട്ടി പറയുന്നത്. ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് രീതിയിൽ വിലയിരുത്താൻ പറ്റും. ഒന്നാമത്തേത്, കാർലോ അൻസെലോട്ടി എന്നുള്ള ഒരു മാനേജർ മാത്രമാണ് ഒരു ഇത്രയും കാലം നെയ്മർ കളിക്കുന്നുണ്ടെങ്കിൽ പോലും നെയ്മറിന് ആ ഒരു സ്ക്വാഡിൽ ഇടം കൊടുക്കാത്തൊരു മാനേജർ. ഓക്കെ, ബാക്കി ഇതിന് മുമ്പുള്ള അൻസെലോട്ടിക്ക് മുമ്പുള്ള ബ്രസീലിന്റെ ഏത് മാനേജർ ആണെങ്കിലും നെയ്മർ ഫിറ്റ് ആണെങ്കിൽ നെയ്മർ ടീമിലുണ്ടാകും. പക്ഷെ കാർലോ അൻസെലോട്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യുന്നത്. അത് പല നെയ്മർ ആരാധകർക്കും, പല ബ്രസീലിന്റെ ആരാധകർക്കും, വേൾഡ് ഫുട്ബോളിനെ വാച്ച് ചെയ്യുന്ന ആരാധകർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ കാർലോ അൻസെലോട്ടിയുടെ ഒരു തോട്ട് ഇങ്ങനെ ആയിരിക്കും. അതായത് നെയ്മർ അവിടെ കളിക്കട്ടെ, നെയ്മർ ഫിറ്റ്നസ് വീണ്ടെടുക്കട്ടെ. അതായത് നെയ്മറിനെ പോലത്തെ ഒരു പ്ലെയറിനെ ഏതെങ്കിലും ഒരു കോച്ച് വേണ്ടാന്ന് വെക്കുമോ? ഇനിയിപ്പോൾ അങ്ങനെ ഒരു കോച്ച് വേണ്ടാന്ന് വെച്ചാൽ ആ ഒരു കോച്ചിന്റെ ഒരു ഭാവി എന്തേകാരം. നിലവിൽ കാർലോ അൻസെലോട്ടി നെയ്മറിനെ വേൾഡ് കപ്പിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാർലോ അൻസെലോട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഒരുപക്ഷെ ഒഴിവാക്കും. ഓക്കെ, കാരണം വേൾഡ് കപ്പിൽ നെയ്മർ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന മാറ്റൊന്നുമില്ല, ഈ ഫ്രണ്ട്ലീസിൽ കാണുന്ന മാറ്റൊന്നും ആവൂല. സീനാകെ മാറും, ലോകം മൊത്തം പ്രതിഷേധിക്കാൻ തുടങ്ങും. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേൾഡ് കപ്പ് നെയ്മർ പരിക്ക് കാര്യങ്ങളില്ലെങ്കിൽ നെയ്മർ ഉണ്ടാവും. പക്ഷെ നിലവിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ ഇപ്പോൾ കഴിഞ്ഞ ഈ സ്ക്വാഡിൽ ഇടം കൊടുത്തൊരു പ്ലെയറാണ് ഇഗോർ തിയാഗോ. നമ്മളെ പ്രീമിയർ ലീഗ് ടീമായ ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കറാണ്. ആള് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടിപൊളി പ്ലെയറാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോററിൽ 2ാം സ്ഥാനത്തുള്ള പ്ലെയറാണ് ചെങ്ങായി. ഈ ചെങ്ങായി ഇതുവരെ ബ്രസീലിയൻ നാഷണൽ ടീമിന് വേണ്ടി ഒരു കളി പോലും കളിച്ചിട്ടില്ല. ഒരു പക്ക നമ്പർ 9 ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലെയറിന് ഇടം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻട്രിക്കിന് വീണ്ടും ഇടം കൊടുക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ കാർലോ അൻസെലോട്ടി ഇപ്പോഴും ആ ഒരു സ്കോഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ കൺഫർമേഷന് ചില പ്ലേയേഴ്സിന് പുള്ളിക്കാരനെ അറിയാം, ഇവന്മാരെന്തായാലും ഇവിടെ ഉണ്ടാവുന്നില്ല പ്ലേയേഴ്സ്, അങ്ങനത്തെ കുറച്ചെണ്ണം അവിടെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഇപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഫൈനലായിട്ട് ഈ ഒരു ടീമിൽ, ഈ വേൾഡ് കപ്പിന് പോകുന്ന ടീമിൽ ഇടം കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഫിറ്റ് ആണെങ്കിൽ നെയ്മർ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ കാർലോ അൻസെലോട്ടിയുടെ പണി പോകും, അല്ലെങ്കിൽ ബ്രസീലിയൻ നാഷണൽ ടീമിന് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക. വീഡിയോസ് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.